Hey, hello and welcome back to my channel. My name is Pranavi and I'm a final prof BMS student. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൈ ഒൺലി BMS പോട്ടെ, അത് വേണ്ട. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ BMS ചൂസ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ BMSലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ അല്ലെ, എന്തിനാണ് BMS, വൈ ഐ ചൂസ് BMS എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, പൊതുവേ ഉള്ള സംഭവം എന്ന് വെച്ചാൽ MBBSന് കിട്ടിയില്ല, അതുകൊണ്ട് BMSന് വന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു വിഭാഗം പേരെന്ന് പറയുന്നത് ഇതിനോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് പേരും ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള രണ്ട് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ സൊസൈറ്റി എന്ത് പറയുന്നു അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതായത് സൊസൈറ്റി വന്നിട്ട് പറയും അതായത് ഈ BMS എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ BMSന് ഒരു സ്കോപ്പ് ഇല്ല, ഇത് സെൽഫ് റെസ്പെക്റ്റ് ഒന്നും ഇത് ഇല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർ പറയുമായിരിക്കും. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഈ സൊസൈറ്റി ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ ഇത് തന്നെയാണ് കണ്ടുവരുന്നത്. ആയുർവേദം നമ്മൾ എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ. ഇഞ്ചിയൊക്കെ എടുത്ത് എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിലോ ദേഹത്തോ അങ്ങനെ പുഴുവൊക്കെ ആട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ തെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക, തുളസി ഇലയോ അല്ലെങ്കിൽ വേപ്പിലയോ എടുത്ത് ഞെരടി അത് അവിടെയൊക്കെ തേക്കുക. അപ്പൊ അത് ആ ഒരു തെളുത്ത് വരുന്ന ആ ഒരു അവസ്ഥ കുറയും. പിന്നെ വയറുവേദന വരുമ്പോഴത്തേക്കും ഇഞ്ചിയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ എന്തുവായിരുന്നു എന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു ബി എ ഡോക്ടർ. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എനിക്ക് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ MBBS കിട്ടാനായിട്ട് ആ സമയത്ത് മാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് സമയം കളയാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്കും ആ സമയത്ത് എഴുതിയ നീറ്റിൽ BMSന് ഒരു മാർക്ക്, അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് കിട്ടി. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് വന്നു. പിന്നെ അപ്പം എനിക്കുണ്ടായിരുന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് പഠിക്കണം, പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണം, ഹോളിസ്റ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഹ്യൂമാനിറ്റി സെർവ് ചെയ്യണം, പിന്നെ ഹ്യൂമാനിറ്റി സർവീസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അത് ഏത് സ്കീം ആയിക്കോട്ടെ എനിക്ക് ഡോക്ടറായേ പറ്റൂ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സയൻസാണ്. 5000 വർഷം മുമ്പ് എത്രയോ മഹാന്മാരായ മുനീശ്വരന്മാർ എഴുതി വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രത്തിന് 2025 വരെ കൊണ്ടുവരാൻ പറ്റിയില്ലേ, ഒരു കുഴപ്പവും പറ്റാതെ കൊണ്ടുവരാൻ പറ്റില്ലേ. വോട്ടെവർ സൊസൈറ്റി പറയുന്ന സ്കോപ്പില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലും റിജക്ഷൻസ് ഒരുപാടുണ്ടെങ്കിൽ ഇത്രയും കാലം അത് നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യവുമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം. പിന്നെ ഇൻട്രസ്റ്റിന്റെ കാര്യം, ഇൻട്രസ്റ്റ് അത് രണ്ട് തരത്തിലാണ്. MBBS കിട്ടാത്തതുകൊണ്ടും വരുന്നതുകൊണ്ട്, പിന്നെ അല്ലാതെ ഇത് പാരമ്പര്യമായിട്ട് ആയുർവേദ ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്നവരുമുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഈ ആയുർവേദം എന്ന് പറയുന്നത് BMS പറയുന്നത് ഇറ്റ് ജസ്റ്റ് നോട്ട് ഓൺലി ശ്ലോക, സംസ്കൃത്, ഹിന്ദി ആൻഡ് ആയുർവേദ. നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഈ വൺ ഹെൽത്ത് എന്നൊക്കെ പറയും. ഈ വൺ ഹെൽത്ത് എന്ന് വെച്ചാൽ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ഹെൽത്ത്, ആരോഗ്യം എല്ലാവർക്കുമാണ്. അതായത് മനുഷ്യരായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഈ രോഗം വന്നാൽ അതിനെ വേരോട് കൂടി വലിച്ചെടുത്ത് കളയുക, അത് അങ്ങനെ ഒരു സിസ്റ്റമാണ്. അതായത് പ്രകൃതി അനുസരിച്ച് ഓരോരുത്തർക്കും ഒരു നാച്ചുറുണ്ട്. ഇപ്പം നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ വാദം, പിത്തം, കഫം. അപ്പം ആ ഒരു പ്രകൃതിക്ക് അനുസരിച്ച് ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ്. എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു, എൻ്റെ അതേ അസുഖം വേറൊരാൾക്ക് വന്നു, പക്ഷേ എനിക്ക് ക്യൂറായി, അയാൾക്ക് ക്യൂറായില്ല. പക്ഷെ എന്താണ് അങ്ങനെ ക്യൂർ ആവാത്തതിന് കാരണം? എൻ്റെ പ്രകൃതി ആയിരിക്കില്ല, അയാളുടെ പ്രകൃതി. അപ്പോൾ ആ പ്രകൃതി അനുസരിച്ച് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ അസുഖം മാറുള്ളൂ. അതാണ് മെയിനായിട്ട് ആയുർവേദം നോക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ MBBS പഠിക്കുന്നില്ല, നമുക്ക് എന്തൊരു ഡിഗ്നിറ്റി ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീൽ ഉണ്ടല്ലോ, എന്താ BMS बैचलर ऑफ आयुर्वेदिक मेडिसिन एंड सर्जरी सुनने में कितनी आसान नहीं है, फिर यार हम आयुर्वेदा के साथ मॉडर्न भी करना पड़ेगा. അങ്ങനെ ഒരു റീൽ
വരുന്നില്ലേ? അപ്പോൾ അതിനുള്ളൊരു ആൻസർ ഞാൻ പറയാണ്. നമ്മൾ MBBS പഠിക്കുന്നില്ലെങ്കിൽ എന്താ, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മളെന്താ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഫിസിയോളജി പഠിക്കുന്നുണ്ട്, അനാറ്റമി പഠിക്കുന്നുണ്ട്, ബയോ കെമിസ്ട്രി, ടോക്സിക്കോളജി, ഫാർമക്കോളജി, മെഡിസിൻ, സർജറി, ഓൾ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത്രയും കാര്യത്തിൻ്റെ കൂടെ രചനാശാരീരം, ക്രിയാശാരീരം, രസശാസ്ത്രം, വൈശിച്യകൽപ്പന, ദ്രവ്യഗുണ വിജ്ഞാന, പിന്നെന്താ ഗതതന്ത്ര, അങ്ങനെ സെയിം ആണ്. അതിൻ്റെ ആയുർവേദം കൂടി പഠിക്കുന്നുണ്ട്. നമുക്കല്ലേ പണി കൂടുതൽ, അതൊന്ന് മനസ്സിലാക്കൂ. അപ്പോൾ എല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ശ്ലോക പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സംഹിത പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഫീവർ എന്നൊരു അസുഖം അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്കും ജ്വരം. ഓക്കെ, രണ്ട് നമുക്ക് അറിയാം. ഓക്കെ, രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ സംഹിതയിൽ പലതരത്തിലുള്ള പല കാലഘട്ടത്തിലുണ്ടായിരുന്ന ആചാര്യന്മാർ എന്താണ് എഴുതിയത്, അപ്പം നമ്മളവിടെ കാറ്റഗറൈസ് ചെയ്താണ് പഠിക്കുന്നത് അല്ലേ? ഓരോ ചരകത്തിൽ എന്ത് പറയുന്നു, അഷ്ടാംഗ ഹൃദയകാരൻ എന്ത് പറയുന്നു, സുശ്രുതൻ എന്ത് പറയുന്നു, അപ്പം അതിനുള്ള കമ്പാരിസണും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം അത് പഠിക്കണമെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് വേണം. പിന്നെ സംഹിത പഠിക്കുമ്പോൾ ശ്ലോകം പഠിക്കണം. ചിലപ്പോൾ വലിയ 10-20 ലൈൻസ് ശ്ലോകമൊക്കെ തരും. അപ്പോൾ അതൊക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ചില ആൾക്കാർ വന്നിട്ട് പറയും, മോളെ നീ എന്താ പഠിക്കുന്നത്, അല്ലെങ്കിൽ മോനെ നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും BAMS. അതെന്തുവാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റണം ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആൻസർ പറയാനുള്ള ഒരു ശക്തി നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് BAMS എന്ന് വെച്ചാൽ അത് ആയുർവേദം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാതെ പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ നമ്മളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഈ നമ്മളെ സ്കോപ്പിനെ കുറിച്ച് എന്നെ സംബന്ധിച്ച് എന്നോട് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പഞ്ചകർമ്മ ക്ലിനിക് ഉണ്ട്, തെറാപ്പി സെൻറ്റേഴ്സ് ഉണ്ട്, പിന്നെ ക്ലിനിക്കൽസ് തുടങ്ങാം, ഹോസ്പിറ്റൽസ് തുടങ്ങാം. പിന്നെ രസശാസ്ത്രം വൈശിച്യകൽപ്പനയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് ഫാർമസി നോക്കാം, ബിസിനസ് നോക്കാം, പിന്നെ MBA ചെയ്യാം. പിന്നെ ഇതിനകത്ത് PG ഉണ്ട്. ഒരുപാട് സബ്ജക്ട്സിൽ MS സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ MG സബ്ജക്ട്സിൽ നമുക്ക് PG ചെയ്യാം. പിന്നെ ഓൺട്രപ്രനർ ആവാം, ഗവൺമെൻറ് ജോബ് കിട്ടും. അങ്ങനെ പല ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്കോപ്പ് നമുക്ക് ഒരിടത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് പോവുക, അല്ലാതെ ഒന്നും ഇല്ലാതെ പറഞ്ഞ് നിൽക്കുന്നതിൽ കാര്യമില്ല. പിന്നെ ഡിഫിക്കൽട്ടി ഉണ്ട്. അത് ഏത് സ്ഥലത്താണ് ഇല്ലാതിരിക്കുക. ഇപ്പോൾ MBBS ആണ് പഠിക്കുന്നത്. MBBS പഠിക്കുന്നു എന്ന് കരുതി ജസ്റ്റ് വെറും ഒരു MBBS കൊണ്ട് നമുക്ക് ഒന്നും പറ്റില്ലല്ലോ. അതിനും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ PG ചെയ്യണം, FRCS വരെയൊക്കെ എത്തുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. FRCS എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞത്. പിന്നെ അത് കാര്യമാണ്. നമ്മളെപ്പോഴും കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മൾ ഇതാണ് പഠിക്കുന്നത്, നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ ആരെയും നമ്മൾ സമ്മതിക്കരുത്. പിന്നെ നമ്മളെല്ലാം മോഡേണും ആയുർവേദവും പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ MBBS വന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ അത്രയും പഠിക്കുന്നില്ല, നിങ്ങൾ വെറും പച്ചിലയാണ്, പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നിൽ ഹെവി മെറ്റലിൻ്റെ കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ ഇല്ല, നിങ്ങൾ റിസർച്ച് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ ലാബ് എക്സ്പ്ലോർ ചെയ്യാറില്ല, അതായത് നിങ്ങൾ ബ്ലഡിനെ കുറിച്ചോ അങ്ങനെ കുറേ, അതായത് യൂറിൻ അനാലിസിസ്, ഷുഗർ ടെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വലിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്, അതായത് സെൻട്രിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്, പെനസ്തീഷ്യ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ടേംസ് ആണ്. അപ്പോൾ ഈ ടേംസിനെ കുറിച്ചൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു ECG പോലും നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, എക്സ്റേ നോക്കിയിട്ട് ഏത് അസുഖമാണെന്ന് പറയാൻ അറിയില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യും. പലരും ചെയ്യും. പക്ഷെ നമ്മളിതെല്ലാം പഠിക്കുന്നുണ്ട്. എക്സ്റേ പഠിക്കുന്നുണ്ട്, ECG വായിക്കാൻ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്താ പഠിക്കാത്തത്? നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു സ്കീം മാറിപ്പോയി എന്നൊരു ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ട് ഇപ്പം നമുക്ക് ചോയ്സ് നമ്മളതാണ്. ഇപ്പം നമുക്ക് BMS വേണ്ട എന്നാൽ പിന്നെ വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. BDS എടുക്കാമല്ലോ. BDSലും ഒരുപാട് ഉണ്ടല്ലോ. അതായത് ഓറൽ ആണ് പഠിക്കുന്നത്, അതിലും സർജറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയല്ല എന്താണ് BUMS എടുക്കാം, BSMS എടുക്കാം, BHMS എടുക്കാം,
അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇല്ല അതൊന്നും താല്പര്യമില്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് സ്കോപ്പുകളുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. പക്ഷെ ചോയ്സ് എപ്പോഴും നിങ്ങളെ തന്നെ ആയിരിക്കണം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആയുർവേദ, ഡിഫിക്കൽട്ടി എന്തൊക്കെ തരത്തിലുള്ള ഡിഫിക്കൽട്ടി വന്നാലും അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫ്രസ്ട്രേഷൻ വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് BAMS കഴിഞ്ഞിട്ട് MBBS ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്, ഇൻട്രസ്റ്റ് ആണ്. അതായത് ഭാവി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് പൊതുവെയുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൊത്തം എന്ന് പറയുന്നത് ഈ ഒരു ഹാർഷ് റിയാലിറ്റിയാണ്. ഒക്കെ മനസ്സിലായില്ലേ? BAMSലേക്ക് വന്നാൽ എല്ലാവർക്കും അറിയുന്നത് ആയുർവേദം മാത്രമേ പഠിക്കുന്നുള്ളൂ. കുറേ ശ്ലോകങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യണം? പണ്ട് നമ്മൾ കണക്ക് പഠിച്ചില്ലേ, A+B²=A²+2AB+B². അതിന്റെ ഉപയോഗം ഇപ്പോഴും അറിഞ്ഞിടാത്ത ഒരുപാട് പേരുണ്ട് അല്ലെ? ഇന്റഗ്രേഷൻ എന്തിനാ ചെയ്തത്, അല്ലെങ്കിൽ മെട്രിക്സ് ആൻഡ് മെട്രീസസ് എന്തിനാണ് ചെയ്തത്, ബൈനോമിയൽ തിയറം എന്തിനാണ് ചെയ്തത്, അതിന്റെ ഒന്നും യൂസസ് ഒന്നും ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മെഡിക്കൽ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഞാൻ കണ്ടു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തിനാ ഫിസിക്സ് പഠിക്കുന്നത്? ഫിസിക്സ് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഫിസിക്സ് എന്തിനാ പഠിക്കുന്നത്? നമ്മൾ ഡോക്ടർ ബന്ന ഒരു പ്ലംബർ ബന്നക്കില്ലേ? അങ്ങനെയല്ല, നമ്മൾ പ്ലംബർ ആകാൻ വേണ്ടിയിട്ടല്ല ഫിസിക്സ് പഠിക്കുന്നത്. ഓക്കെ, ഫിസിക്സ് പഠിക്കുന്ന അതായത് നിങ്ങൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊരു IV ഡ്രിപ്പ് ഇടാണ്. അപ്പോൾ ഡ്രിപ്പ് ഇടുമ്പോഴത്തേക്കും ആ ഒരു ബോഡിയിൽ എത്ര പ്രഷർ, ആ ബോഡി ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് എത്ര വോളിയത്തിലുള്ള മെഡിസിൻ ആ ചെറിയ ട്യൂബിലൂടെ പോയാൽ മാത്രം ആ പേഷ്യൻറ്റിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അല്ലാതെ നമ്മൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു വീല് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു കാൽക്കുലേഷനാണ്. ആ കാൽക്കുലേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ഫോഴ്സിൽ ആ മെഡിസിൻ അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിക്കുള്ളിലേക്ക് കടത്താൻ പറ്റുള്ളൂ, നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫിസിക്സ് പഠിക്കുന്നത്. ഇനി ഈ ട്രിപ്പിനകത്ത് ഏത് തരത്തിലുള്ള മെഡിസിൻ ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിൽ പോയാൽ ഏതൊക്കെ ഓർഗനിലോട്ട് എത്തും, എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഇത് കാരണം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് പേഷ്യന്റിനുണ്ടാവോ, ഇതൊക്കെ ചിലപ്പോൾ ഓൺസെറ്റ് ആയിട്ട് അത് കാണാൻ പറ്റും, പെട്ടെന്ന് അത് വിസിബിൾ ആവോ, ഇല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് വിസിബിൾ ആവോ, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ കെമിസ്ട്രി അറിയണം. അതായത് ബോണ്ടിങ് അറിയണം, ഇപ്പോൾ ബെൻസീൻ്റെ റിയാക്ഷൻസ് അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നു ലാഫിംഗ് ഗ്യാസ്, അതെങ്ങനെ ആക്ട് ചെയ്യുന്നു, അത് ശരിക്കും നമ്മൾ ചിരിക്കുമോ, എന്നാൽ ചിരിക്കുന്ന സമയത്ത് നമ്മളെ ചീക്സ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുമല്ലേ, ആ ഒരു ചെറിയൊരു എന്താണ് സിമിലാരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പൊട്ടിച്ചിരിക്കോ അട്ടാസിക്കോ, ഇതൊക്കെ അറിയണമെങ്കിൽ കെമിസ്ട്രി അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. അപ്പോൾ സത്യം പറഞ്ഞാൽ BAMS പഠിക്കുന്നു അതുകൊണ്ടാണ് BAMS പഠിക്കുന്നു എന്ന് എഴുതി ആരും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് അറിയണം, ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം. പിന്നെ എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യാം. അതൊക്കെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ടാറ്റ, ബൈ ബൈ.